സമർപ്പിക്കുക. എല്ലാ നാഴികളും യോഗ്യവും എല്ലാ കാലങ്ങളും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതായികവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ മൂല്യമായ ശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായി ഈ അച്ചാരം നിന്റെ കാരുണ്യത്തിലേക്കെത്താൻ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നദ്ധിയിൽ പ്രീതികരമായ വിധം വർദ്ധിച്ച് എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ഗാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ നിരവോടു നമ്മിൽ വർഷിച്ചു. ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ. ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലും നീ ബലിയിൽ പങ്കാളികളാ അഖിലർക്കും. ദൈവം കനിവാർന്നരുളട്ടെ, ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴുമെന്നേക്കും.
ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരി നാളം തെളിയുമ്പോ നീ എന്നാത്മാവിൽ പ്രകാശമാ. ഇരുളല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയാ. കാൽവരിക്കുന്നെൻ മനസ്സിൽ കാണുന്നിന്നു ഞാൻ. ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എൻ്റെ സ്നേഹമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എന്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എന്നിൽ സന്തോഷത്തിൻ വേളയേകും എന്നുമെന്നും നന്മയേകിടും. പിഴവുകളേറ്റു ചൊന്നാൽ ക്ഷമയരുളും. തിരുഹൃദയം എനിക്കായി തുറന്നു തരും.
സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കുന്നമ്പുറത്ത് ജോസഫ് അങ്കിളുടെയും ഏനാമ്മ ആൻറ്റിയുടെയും 50ാം വിവാഹ വാർഷികത്തിനോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും ഹൃദ്യമായിട്ട് തന്നെ നിത്യ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പം നടപടിയോടുകൂടി നമ്മുടെ നിത്യ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മനോഹരമായ വെൽക്കം ഡാൻസോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അങ്കിളിനെയും ഏലിയ അമ്മാൻ്റിനെയും ഇപ്പോൾ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? ഹേരാലോലം തുമ്പി പെണ്ണാടേ, ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? കാതോരം കത്തിക്കുറുമ്പേ, ഉമ്മത്തിൽ തേരി പാടാനായി നീയും പോരാമോ?
ചിന്നി മേളം മഴമേളം കൊട്ടി പാട്ട് കൈതാളം തട്ടി പന്തൽ കുടവുള്ള പന്തൽ കളിയാടും പ്രാർത്ഥനാ ഗാനത്തിലൂടെ ഇന്നത്തെ പൂരം ആരംഭിക്കുകയാണ്. പ്രാർത്ഥനാ ഗാനത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ പപ്പ മമ്മിയുടെ 50th വെഡിങ് ആനിവേഴ്സറി ഒരു വലിയൊരു ആഘോഷമായി മാറ്റാൻ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്നത്തെ ഈ ഈവനിങ് നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം, നല്ല പാട്ടും ഡാൻസും ഒക്കെ ചെയ്ത് സന്തോഷത്തോടെ പോവാം. സോ എല്ലാവർക്കും വെൽക്കം ഫോർ ദ 50th വെഡിങ് ആനിവേഴ്സറി ഓഫ് പപ്പ ആൻഡ് മമ്മി. താങ്ക് യു. നമുക്ക് പപ്പായുടെയും മമ്മിയുടെയും 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷത്തിന് മുമ്പായിട്ട്, ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അറിയാം പപ്പായും മമ്മിയും എങ്ങനെയായിരുന്നു 50 വർഷം അവരോടും പപ്പ പട്ടാളത്തിലായിരുന്നു. അപ്പം അവരുടെ ഒരു ചരിത്രം, ഒരു എന്തായിരുന്നു അവരുടെ ഈ 50 വർഷത്തെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞങ്ങൾ മക്കൾക്ക് അറിയാവുന്ന രീതിയിൽ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഇപ്പോൾ സ്ക്രീനിൽ ഉണ്ടായിരിക്കാമെന്നാണ്. അപ്പം നമുക്കൊന്ന് കാണാം.